ജനപ്രതിനിധി ശില്പശാല സംഘടിപ്പിച്ചു. LDF ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിനേഴി, പൂക്കോട്ടുകാവ്, കടമ്പഴിപ്പുറം, ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെയും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലെയും ജനപ്രതിനിധികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും ഘടകസ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും തനത് വരുമാനം കൂട്ടുന്നതിനും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതികളുടെ സമഗ്രമായ ശേഷി വർധനവും ലക്ഷ്യമിട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത്. BBG റാംജി പദ്ധതിയുടെ പരിമിതിക്കുള്ളിലെ സാധ്യത ഉപയോഗപ്പെടുത്താനും ശില്പശാലയിൽ തീരുമാനമെടുത്തു. അടുത്ത 6 മാസത്തെ പ്രവർത്തന പരിപാടിക്ക് ശില്പശാല രൂപം കൊടുത്തു. ശില്പശാലയുടെ ഉദ്ഘാടനം ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ നിർവഹിച്ചു. M. മോഹനൻ അധ്യക്ഷനായി. ജനഹിതമനുസരിച്ച് ഇടപെട്ട് പ്രവർത്തിക്കുന്നതിനും പരിമിതികൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുമെല്ലാം നമ്മെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ കൂടിയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. കോൺഫിഡൻസ് പഞ്ചായത്തുകളിൽ പലയിടത്തും ആശുപത്രികൾ വരുന്നില്ല. ഞാനിന്നലെ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ പേരൂർ FSCയിൽ പോയപ്പോൾ ആകെ പേരസെറ്റമോൾ മാത്രമാണ് വരുന്നത്. 4 മാസമായിട്ട് പൊതുവിൽ വരുന്ന വിതരണത്തിൽ തടസ്സം വന്ന് നിൽക്കുക. അത് ഘട്ടഘട്ടമായി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു ആശുപത്രിയിൽ 120 മുതൽ 150 വരെ ആളുകൾ ഒപ്പിയിൽ വരുന്ന ഒരു FSCയിൽ പനിക്കുള്ള ഗുളിക മാത്രമുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ ആരോടെ പറയും ഒരൊറ്റ പ്രതിപക്ഷ MLA മാറും, 35 LDF MLA മാറും. നിങ്ങളുടെ മണ്ഡലത്തിൽ പുതുക്കിയ ബജറ്റിന്റെ ഭാഗമായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 1 കോടി രൂപയുടെ പ്രവൃത്തിയാണ്. നിങ്ങൾ പോലെ ഉറപ്പ് സംവിധാനം ചോദിച്ചില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സമീപനം ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമായിട്ടുള്ള അസംബ്ലി തൊട്ട് ഏറ്റവും താഴെത്തട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ വരെയുള്ള പൊതുവിൽ നമ്മുടെ നാടിന്റെ അധികാര വികേന്ദ്രീകരണത്തിന്റെ മുഖമായി പ്രവർത്തിക്കുന്ന പ്രാദേശിക സർക്കാരുകളോട് ചെയ്യുന്നത് എന്ന് നാം കാണേണ്ടതുണ്ട്. ഇന്നത്തെ ശില്പശാലയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറിയ നിയമത്തിന്റെയും നയത്തിന്റെയും ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, അതിന്റെ പരിമിതി എന്താണ്, അതിന്റെ സാധ്യത എന്താണ് എന്ന് പറയുന്നതിന് കൂടി വേണ്ടി ഈ അവസരത്തെ ഉപയോഗിക്കും. അത് കുറച്ചുകൂടി കാര്യക്ഷമമായി അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ, അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, പരമാവധി ഈ പരിമിതിക്കുള്ളിൽ നമ്മുടെ സാധ്യത എന്താണ് എന്ന് മനസ്സിലാക്കി ഇടപെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. K. ജയദേവൻ, K. ശ്രീധരൻ എന്നിവർ ക്ലാസ് എടുത്തു. ബ്ലോക്ക് പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ച് P. അശോക് കുമാർ, M. K. ബീന, K. സുരേഷ് കുമാർ, P. അരവിന്ദാക്ഷൻ, M. മനോജ്, P. D. ഗിരീഷ് കുമാർ, B. രാജേഷ് എന്നിവർ സംസാരിച്ചു.